ഞാൻ പറയുന്നത് എന്ത് വ്യക്തത കുറവുള്ളത് അല്ല. താങ്കളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനു മുമ്പ് ഇതിവിടെ ആദ്യമായിട്ടല്ല ഒരു ഫിഫ മത്സരം നടക്കുന്നത്. അല്ല, നടന്നിട്ടില്ല. ഇതിനു മുൻപ് ഇല്ല, അതാണ് പറയുന്നത്. അത് അണ്ടർ 17 ആണ്. അല്ല, അത് അണ്ടർ 17 ആണ്. അല്ല 2013 അല്ല, അങ്ങനെയല്ലാന്നേ ഞാൻ പറയുന്നത് അറിയോ? അങ്ങനെയല്ല, 2017 ഫിഫ അണ്ടർ അല്ല, അത് എവിടെയാ നടന്നത്? ഇന്ത്യ പാലസ്തീൻ സൗഹൃദ മത്സരം ഇവിടെ അതെ, അത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞെന്താ അറിയോ? ഞാൻ പറയും 2022 റൂള് ഏത് ഫിഫ റൂള് വന്നതിന് ശേഷം നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. അത് നിങ്ങൾക്ക് അറിയില്ല, അതിന് എന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ. ശരി, അല്ല, അത് അപ്പൊ അറിയാലോ, ഇപ്പൊ അറിയുന്നോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സർക്കാർ സംവിധാനത്തെ ബ്ലെയിം ചെയ്യാൻ ഞാനില്ല, ഒരാളെയും ബ്ലെയിം ചെയ്യാനില്ല. ഞാൻ എന്താ പറയുന്നത്, ഞാൻ റിയാലിറ്റി പറയുന്നുണ്ട്. ആ റിയാലിറ്റിക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല. അല്ല, സർക്കാർ ഇപ്പൊ അറിയാലോ, അതുകൊണ്ടാണ് അവർ സഹകരിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തരാന്ന് പറയുന്നത്. എന്നെ ക്രൂശിക്കുന്നു ഞാൻ പറഞ്ഞില്ല. എന്നെ ക്രൂശിക്കുന്നു എന്നുള്ള പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു മിനിറ്റ്, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ കാണാതെ നിങ്ങൾ എന്താ, ഇത് എന്താണ് ഇത് സ്പോൺസറുടെ ഭാവി പരിപാടി എന്താ? ഇതെങ്ങനെ പണം തിരിച്ചു പിടിക്കാൻ എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് കൊണ്ടുതരണ്ടെന്ന് അത്രേ ഉള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ എന്നോട് ചോദിച്ചു കരാറുണ്ടോ? ഞാൻ പറഞ്ഞു കരാറുണ്ട്. നിങ്ങൾ വിവരാവകാശം കൊടുത്ത് മേടിച്ച് നോക്കിക്കോളൂ ഞാൻ പറഞ്ഞു. അതിന്റെ ഒരു മിനിറ്റ്, അതിന്റെ വ്യക്തത ഇപ്പൊ വരുത്തി. നവംബർ മാസം 30 വരെ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ല, അത് നിങ്ങളിപ്പോ എന്തുണ്ടാക്കിയും വിവാദം ഉണ്ടാക്കുമല്ലോ. അത് നിങ്ങൾ ഏത് രീതിയിൽ ഞാൻ നിങ്ങളോട് ഒരു മിനിറ്റ് ആണെന്നേ. ശരി, അത് ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ വാർത്ത കൊടുത്തോണ്ടല്ലേ? ശരി, അത് നല്ലതെന്ന് കൂട്ടിക്കോളൂ. നല്ലതാണ് അങ്ങനെ. ശരി, അങ്ങനെ നല്ല മാധ്യമപ്രവർത്തനം നടത്തുന്നത് നല്ലതാണ്. നിങ്ങളത് കൈകാര്യം ചെയ്തിട്ട് വൃത്തിയായി ചെയ്തോളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, നവംബർ മാസം 30 ശേഷം ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നവംബർ മാസം 30 ശേഷം റിപ്പോർട്ടർ ടിവിക്കോ എനിക്കോ ഈ സ്റ്റേഡിയത്തിൽ ബന്ധം ഉണ്ടാവില്ല. അതിന് ശേഷം നടക്കുന്ന കളിക്ക് ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കും. സർക്കാർ എന്നോട് കളിച്ചോളാൻ പറയുകയാണെങ്കിൽ കളിക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഇനി മാർച്ചിലാണ് ഇന്റർനാഷണൽ മാച്ച് നടക്കാൻ തീരുമാനിച്ചെങ്കിൽ മാർച്ചിലെ വിൻഡോ ഡീറ്റെയിലും ഞാൻ കൊടുക്കും. സർക്കാർ പറയുക അതാ മാർച്ചിൽ നടത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ അത് നടത്തും. ഇതിൻ്റെ മുഴുവൻ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ തീർത്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യും. പിന്നെ ഈ ഏരിയയിലുള്ള കടകളുടെ അസോസിയേഷൻ്റെ എല്ലാ അനുമതി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അസോസിയേഷൻ്റെ ആൾക്കാരെ കണ്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയായ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞെന്താ, ഇത് ഒന്നിച്ചടയ്ക്കണ്ട, നിങ്ങൾ സ്പ്ലിറ്റ് ഒരു സ്ഥലത്ത് വർക്ക് നടക്കുന്ന ആ സ്ഥലത്ത് അടച്ചിടും, അവിടുത്തെ വർക്ക് തീർക്കാം. അടുത്ത സ്ഥലത്ത് വർക്ക് എടുക്കാം, അവിടുത്തെ അവിടുത്തെ വർക്ക് തീർത്താം. ഈ സ്റ്റാൻഡേർഡ് ഈ ഇൻ്റർനാഷണൽ ലെവലിൽ വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തത് മരമുറിൻ്റെ കേസിൻ്റെ അകത്ത് എന്താണ്, അവിടുത്തെ GCADൻ്റെ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ എല്ലാവരും വന്നിട്ട് ഇത് ചെയ്തോളാൻ പറഞ്ഞതിന് ശേഷം പ്ലാൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. അപ്പോൾ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, സ്പോർട്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇത് നല്ല രീതിയിൽ വലിയ രീതിയിൽ ഒരു വിജയമാക്കുക. ഇത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇപ്പം ഞാൻ ഇല്ലെങ്കിൽ നാളെ സ്റ്റേഡിയത്തിൽ കളി നടക്കും, നാളെ ISL നടക്കും, അത് കഴിഞ്ഞുള്ള കളികൾ മുഴുവൻ നടക്കും. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ആർക്കും താഴെ വീണ് തല ഒടിയേണ്ടി വരില്ല. മനസ്സിലായോ? അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം കണ്ടെത്താണെങ്കിൽ ഈ 10 ദിവസം കൊണ്ട് കൊട്ടകത്തി എന്നോട് പറയണം. അതിന് ശേഷം എന്നോട് പറയാൻ നിൽക്കരുത്. അയ്യോ നിങ്ങൾ അങ്ങനെ വളർത്താന്ന് പറയാൻ നിൽക്കരുത്. നിങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ട് പറഞ്ഞോ, അത് ഞാൻ മാറ്റി ചെയ്തു തരാം. അപ്പോൾ താങ്ക് യു.